ഹലോ ഗൈസ്, ജെഫോടെക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. കാരണം നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും രണ്ട് ചാനൽ. അപ്പോൾ രണ്ട് ചാനൽ ഉദാഹരണ സഹിതം ഞാൻ കാണിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെല്ലാവരും പ്രശ്നമാണ് നമ്മുടെ ചാനലിൽ വ്യൂ ഇല്ല എന്നുള്ളൊരു പ്രശ്നം. ഇപ്പോൾ 2025 വ്യൂ ഇല്ല, 2024 വ്യൂ തീരെ ഇല്ലായിരുന്നു, 2025 ആയപ്പോൾ അത്രയും കൂടെ വ്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും നമ്മളെ കോൺടാക്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ ചാനലിൽ എന്തുകൊണ്ട് വ്യൂ ഇല്ല, എന്നെക്കാളും കണ്ടന്റ് ഇല്ലാത്ത ആൾക്കാരുടെ ചാനലൊക്കെ നല്ല വ്യൂ ഉണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കാലമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, നല്ല കണ്ടന്റ് ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ചാനലിൽ വ്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ കണ്ടന്റ് നല്ലതാണ്, പക്ഷേ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ആ കണ്ടന്റിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ വ്യൂ കൊണ്ടുവരേണ്ടത്? ഇത് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാ ടെക്കുകാരും വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഉദാഹരണ സഹിതം രണ്ട് ചാനലുകൾ എടുത്ത് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം നിങ്ങളെ ബോധിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്ത ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ചേട്ടൻ്റെ ഉദാഹരണം കാണിച്ചുകൊണ്ട് ചെയ്യും. അതായത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എങ്ങനെ ചാനൽ വീഡിയോയ്ക്ക് നമുക്ക് റീച്ച് കൊണ്ട് നമ്മുടെ ചാനൽ എങ്ങനെ റീച്ചാക്കി എടുക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണ സഹിതം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ വ്യൂ കൊണ്ടുവരുന്നത്? അത് രണ്ട് ടൈപ്പിലാണ്. അപ്പോൾ ഒന്നുമില്ലാതെ കിടന്ന ഒരു ചാനൽ പെട്ടെന്ന് വ്യൂ വരുന്നതും, അതേസമയം സ്റ്റെപ്പായിട്ട് നമ്മുടെ ചാനലിലോട്ട് വ്യൂ കൊണ്ടുവരുന്നതും. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം സ്ക്രീൻ റെക്കോർഡ് സഹിതം രണ്ട് ചാനൽ ഞാൻ എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള എന്താ പറയുക, ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു വീഡിയോൻ്റെ കാര്യങ്ങൾ ഞാൻ ഒരു രണ്ട് ചാനൽ എടുത്ത് കാണിക്കുമ്പം നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ നല്ല പച്ച മലയാളത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. കൂടുതൽ നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ആൾക്കാരൊന്നുമല്ല, നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് തന്നെയാണ് നമ്മുടെ ചാനൽ വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അവർക്കൂടെ മനസ്സിലാവുന്ന രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഒരു നേഴ്സറി പഠിപ്പിക്കുന്ന ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേഴ്സറി പഠിപ്പിക്കുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് സാധ്യത ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് 502 സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ ബിന്ദു ചേച്ചിയുടെ ചാനലാണ്. ഓക്കെ, ഞാൻ ആദ്യത്തെ ഉദാഹരണമായിട്ട് പറയുന്ന ഈ ഒരു ചാനലാണ്. അപ്പോൾ ഈ ഒരു ചാനലിനകത്ത് നിങ്ങൾക്കറിയാം, ഏറ്റവും ആദ്യം തൊട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ചേച്ചി വീഡിയോ ചെയ്യാൻ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 മാസം ആയതേ ഉള്ളൂ, വെറും 4 മാസം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തു കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, പിന്നെ നമ്മൾ വ്യൂ വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്, നമ്മുടെ വ്യൂവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം, ഇന്ന സമയത്ത് ഇടണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചേച്ചി കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ചേച്ചി നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ചേച്ചീൻ്റെ ചാനലിൽ ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം ചേച്ചി വീഡിയോ ചെയ്യുന്നതല്ലാതെ നിങ്ങൾക്കറിയാം ഇവിടെ 220 വ്യൂ, ഫസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് ഒരു 221. ഇത് ചേച്ചി ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റലിയായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഈ ചാനലിനകത്ത് കൂടുതൽ ഇടുന്നത്. അപ്പോൾ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസാണ്. അപ്പോൾ 120, 130, 87, 170 വ്യൂ കണ്ടോ, 174 അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്കറിയാം ഇവിടെ നോക്ക് 220, 136 ഈ ഒരു വ്യൂ ഒക്കെ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചേച്ചി ഒരു ഇവിടുത്തെ തമ്പനെ നിങ്ങൾ നോക്കണം, ക്യാപ്ഷൻ നോക്കണം. ഓക്കെ, അപ്പം പെട്ടെന്ന് ചേച്ചി ഒരു വീഡിയോ ചെയ്തു. ഇറ്റാലിയൻ വീടുകളിൽ ജോലിക്ക് കയറിയാൽ ഇവിടെ നിന്നും എങ്ങനെ ഇറങ്ങും, പെട്ടുപോയി എന്നൊരവസ്ഥയിലുള്ള ഒരു തമ്പനയിൽ, അതായത് നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു തമ്പനയിലും ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും, ഇതൊരു കരയുന്ന ചിഹ്നം ഉണ്ടോ, ചേച്ചി വിഷമിച്ചിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ ക്യാപ്ഷനും തമ്പനയിലിനും എത്ര പ്രാധാന്യം ഉണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്കറിയാം 174, 87, 130 വ്യൂ കിട്ടിയെടുത്തുന്നത് പെട്ടെന്ന് നമ്മൾ തമ്പനയിലും ക്യാപ്ഷനും ഒന്ന് ബെറ്റർ ആക്കി, അതായത് ആ ഒരു രീതിയിലേക്ക് വന്നപ്പോഴേക്കും ഇറ്റാലിയൻ വീടുകളിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ, പിന്നെ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും, ഇവിടെ കുടുങ്ങിപ്പോയല്ലോ എന്നുള്ള രീതിയിലാണ് ചേച്ചി ആ ഒരു വീഡിയോ ചെയ്തത്. കണ്ടോ, ആ ഒരു ഫേസിൻ്റെ എക്സ്പ്രഷൻ കാര്യമായിട്ട് തമ്മിൽ. അപ്പം ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് 174 വ്യൂ ഉണ്ടായിരുന്ന വീഡിയോസിന് സാറ് 3.5K വ്യൂസ് വന്നു, പെട്ടെന്ന് കയറിയതാണ്. ഓക്കെ, അപ്പം പെട്ടെന്ന് ആ ഒരു വീഡിയോ ആൾക്കാർ ഏറ്റെടുത്തുന്നുള്ളതാണ് സത്യം. കൂടുതൽ ക്ലിക്ക് വന്നു, ഇവിടെ നിന്നും എങ്ങനെ ഇറങ്ങും. അതുമാത്രമല്ല ആ വീഡിയോൻ്റെ ലെങ്ത് കുറവാണ്, അപ്പം കൂടുതൽ വാച്ച് ടൈം കിട്ടുന്നുണ്ട്. അതായത് ലെങ്ത് കുറയുമ്പം നമ്മൾ കൂടുതൽ ആവറേജ് വ്യൂ ഡിറക്ഷൻ വരുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കയറും. അതായത് കൂടുതൽ സമയം, ഇപ്പം 2 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ആ 2 മിനിറ്റിൽ ഒരു
1.5 മിനിറ്റെങ്കിലും വീഡിയോ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിന് മനസ്സിലാവും ഇത് കൂടുതൽ റീച്ച് ആകാൻ ചാൻസ് ഉള്ള വീഡിയോ ആണെന്ന് വെച്ചിട്ട് കൂടുതൽ ആൾക്കാരിലോട്ട് യൂട്യൂബ് എത്തിക്കും. അതേപോലെ തന്നെ ഈ ഒരു തമ്പനയിലും ഈ ഒരു ക്യാപ്ഷനും കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇത് അറിയാനുള്ളൊരു ആഗ്രഹം, ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട് കാര്യമായിട്ട്, എന്താണ് ചേച്ചിക്ക് സംഭവിച്ചത്, എന്താണ് പ്രശ്നം എന്ന് അറിയാനുള്ളത്. അതായത് ഇറ്റലിയിലേക്ക് പുറം രാജ്യം നമ്മുടെ മക്കളും നമ്മുടെ പുറമെയുള്ള ആൾക്കാരെ നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ നമ്മൾ പുറത്തുണ്ട്. അപ്പോൾ ഇവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അത് ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലിക്ക് റേറ്റ് വന്നുകൊണ്ടും നമ്മുടെ ഈ ഒരു ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടിയുകൊണ്ടും നമ്മുടെ ഈ ഒരു ചാനലിന് കണ്ടോ പെട്ടെന്ന് ആ ഒരു വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടി. ആ ചേച്ചീൻ്റെ സാധാരണ വീഡിയോ വെച്ച് നോക്കുമ്പോൾ നല്ല റീച്ചാണ് എനിക്ക് കിട്ടിയത്. 3.5K വന്നു. അതേപോലെ തന്നെ ഇങ്ങനെ പോയി. പിന്നെ നമുക്ക് ചേച്ചി വീഡിയോയ്ക്ക് വലിയ വ്യൂ ഒന്നുമില്ല, 290. എന്നാലും ആവറേജ് വ്യൂ ഉണ്ട് 336, 357. ആവറേജിൽ നിന്നൊരു വ്യൂ കയറി വന്നു 342. അതിന് ചേച്ചി വലിയ തമ്പനയിലും കൊടുത്തില്ല. ചേച്ചിക്ക് വർക്കിൻ്റെ ഇടയിൽ വലിയ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ട് തമ്പനയിലും കാര്യങ്ങളൊന്നും വലുതായിട്ട് കൊടുത്തില്ല. എന്തായാലും വ്യൂ ഒന്നും പെട്ടെന്ന് അതേപോലെ തന്നെ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് പേടിയുള്ളവർ കാണണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു സംഭവം ഇട്ടു. അതായത് വേറൊരു വീഡിയോ ഇട്ടു. അപ്പോൾ അതൊരു കല്ലറയായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അതിന് തമ്പനയിൽ കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ക്യാപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം പേടിയുള്ളവർ കാണണ്ട കേട്ടോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രത്യേകതയാണ്. നമുക്ക് കാണണ്ട എന്ന് പറഞ്ഞ വീഡിയോ നമ്മൾ എന്താണെന്ന് പോയി കാണും. ആ ക്യാപ്ഷൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ ഇരുന്നത്. ക്യാപ്ഷൻ ഇട്ടു, അത് എല്ലാവരും പോയി കണ്ടു. 3300 വ്യൂ വന്നതിന്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് പോരുമ്പം സാധാരണ പോലെ തന്നെ നമ്മുടെ ക്യാപ്ഷൻ്റെയും തമ്പനയിലിൻ്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. പെട്ടെന്ന് ചാനൽ കയറുന്നത്. അപ്പോൾ കാണാൻ ഭംഗിയില്ലെങ്കിലും അടിപൊളി രുചിയാന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അതിന് 201 വ്യൂ ഒക്കെ കിട്ടിയുള്ളൂ. പക്ഷേ അടുത്തതായിട്ടാണ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അടുത്തതായിട്ടൊരു വീഡിയോയ്ക്ക് 1 lakh വ്യൂ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 4 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. ഒരു തിമിംഗലം കരക്കടിഞ്ഞിട്ട് അതിനെ തിരിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ആ ചേച്ചി ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ കിട്ടി. നേരെ എടുത്തിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്തു. അപ്പോൾ തിരിച്ചു വിട്ടു കണ്ടു നിന്നവരുടെ കണ്ണ് നിറഞ്ഞു പോയി. അതായത് ആ ഒരു മത്സ്യത്തെ നമ്മളിങ്ങോട്ട് കരയിലോട്ട് വന്ന് അതിനെ തിരിച്ചു കൊണ്ട് വിട്ടപ്പോൾ അത് നന്ദി പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നൊരു കാഴ്ചയാണത്. അത് കാണാൻ വേണ്ടിയിട്ട് 1 ലക്ഷം പേര് ഇപ്പം ഇതിനകത്ത് വീഡിയോയിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോൻ്റെ ഉള്ളിലത്തെ കണ്ടന്റിനേക്കാളും പ്രധാനമാണ് നമ്മുടെ ക്യാപ്ഷന്, തമ്പനയിൽ. ഓക്കെ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം കുറച്ച് മനസ്സിലായി. ഞാൻ എല്ലാ വീഡിയോയിലും കാര്യങ്ങൾ പറയുന്നതല്ലാണ്ട് കാണിച്ചു തരത്തില്ല. ഇപ്പോൾ ഈ 1 lakh വ്യൂവിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി ഞാൻ വേറൊരു ചാനൽ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ് അടുത്തതായിട്ടും നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്, ക്രിസ്റ്റൽ ബൈ സാറ എന്ന് പറഞ്ഞൊരു ചാനലാണ്. ഓക്കെ. ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം പേർക്ക് ചിലപ്പോൾ അറിയായിരിക്കും സാറേനെ വീഡിയോയിലൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ ജയഫോട്ടൊക്കെ ചാനലിലെ മീറ്റപ്പൊക്കെ സാറേനെ വീട്ടിലായിരുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്കൊക്കെ സാറേൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് എന്നെ ചിലപ്പോൾ അറിയായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഇല്ലാത്തിടത്തുനിന്ന് നമ്മളിപ്പോൾ ഇത്ര വരെ കാണിച്ചു വന്ന ബിന്ദു ചേച്ചിയുടെ ചാനലിനകത്ത് അപ്രതീക്ഷിതമായിട്ട് വ്യൂ ഇല്ലാത്തൊരു ചാനലിൽ വീഡിയോൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു തമ്പനയിൽ ക്യാപ്ഷൻ ബെറ്റർ ആക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിന് വരുന്ന ചേഞ്ചാണ്, വ്യൂ ഡയറക്ഷൻ വരുമ്പോൾ ഉള്ള ചേഞ്ചാണ് നമ്മൾ ഒരു രീതിയിൽ ചാനൽ സക്സസ് ആക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ. ഈ ഒരു ചാനലിനകത്ത് നമ്മൾ കാണാൻ പോകുന്നത് വേറെ പല രീതിയിൽ കഷ്ടപ്പെട്ട് സാറ ചാനൽ കയറ്റിയെടുക്കുന്നതാണ്. അതെങ്ങനെയൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സാറേൻ്റെ ചാനലിനകത്ത് ഏകദേശം 11,200 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുന്നു. ജസ്റ്റ് വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം സാറേൻ്റെ തമ്പനയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തമ്പനയിലും ക്യാപ്ഷനാണ് സാറേൻ്റെ കൂടുതലായിട്ട് ആൾക്കാരിലോട്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്നത്. 4,800 വ്യൂ, 1.7K, 9.1K, 4.7K, 1.5K വ്യൂ ഉണ്ടോ, 16K. ഇത് ഞാൻ ഏറ്റവും തുടക്കത്തിലേ ഞാൻ കാണിച്ചുതരാം. എല്ലാവർക്കും ആഗ്രഹമുള്ളത് തുടക്കത്തിലുള്ള വ്യൂ കാണാനാണ്. തുടക്കത്തിലാണ് നമ്മൾ എങ്ങനെ നിന്ന ചാനലാണ് എനിക്ക് കരുതണ്ടോ. തുടക്കത്തിൽ തന്നെ സാറേൻ്റെ തുടക്കത്തിലെ ആ സമയം തൊട്ട് ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സാറിനെ സഹായിക്കലുണ്ട്. അതായത് പറഞ്ഞു കൊടുത്തിട്ട് അല്ലാതെ ചെയ്തു കൊടുത്തിട്ടല്ല. അപ്പോൾ അവളുടെ കഴിവ് കൊണ്ടാണ് ഈ ഒരു ചാനൽ കയറിയത്. നമ്മൾ ഒരിക്കലും മടുക്കാൻ പാടില്ല. അവളുടെ ചാനലിൻ്റെ അകത്ത് 950, 431, 697 എന്നുള്ള വ്യൂവിൽ അങ്ങനെ ആ ഒരു വ്യൂ ഇരുന്ന ചാനൽ പെട്ടെന്ന് കയറി ക്ലിക്കാകുന്നത് എന്താ പറയുക അവരുടെ ആ ഒരു കഷ്ടപ്പാട് കൊണ്ടാണ്. അത് മാത്രമല്ല ഈ ഒരു വ്യൂ വരാൻ വേറൊരു കാരണമുണ്ട്. നമ്മുടെ ഈ ചാനലിന് ഇങ്ങനെ ഒരു വ്യൂ വരാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം, ഈ ഒരു തമ്പനയിലും ക്യാപ്ഷനും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി ഈ ഒരു ചാനലിനകത്തുണ്ട്. അത് ഞാൻ അവസാനം ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ ഈ ഒരു തമ്പനയിലൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. നമുക്ക് എന്താണോ ട്രെൻഡിങ്, ഈ സാറേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൻ്റെ എന്താണോ നമ്മുടെ ട്രെൻഡിങ് കാറ്റഗറി, ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ എന്താണോ അതാണ് സാറ വീഡിയോ ആക്കിയിടുന്നത്. അത് നമ്മുടെ ഏറ്റവും വലിയ ആയിട്ടുള്ളൊരു കാര്യമാണ്.
അതായത് എപ്പോൾ ഈ ഒരു സമയത്ത് എന്താണോ ട്രെൻഡിങ് ആയിട്ട് നമുക്കെന്ന കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങളാണ് സാറ നമുക്ക് വീഡിയോ ആക്കിയിട്ട് നമ്മളോട്ട് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൾക്കാരിലോട്ട് അത് കാണാനും എന്താ പറയുക അതിനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. നിങ്ങൾക്ക് കാണാം ഇവിടെ ഹണി റോസുമായി ബന്ധപ്പെട്ട അതുവരെ സാറയ്ക്ക് കിട്ടിയേക്കുന്ന വ്യൂ 2.4K 922 825 6.9 ഈ ഒരു ലെവലിലാണ്. 10K താഴോട്ടാണ് കൂടുതൽ വീഡിയോയ്ക്കും വ്യൂ ഉള്ളത്. പക്ഷേ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ഹണി റോസ് വിഷയം വന്ന സമയത്ത് സാറേൻ്റെ ജീവിതവും ഈ ഒരു രീതി ഇതുമായി ബന്ധപ്പെട്ട് അവൾ ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങളിൽ കൂടെ വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അവൾക്ക് ആ ഒരു വിഷയം വല്ലാതെ ഹേർട്ടായി. അപ്പോൾ അവൾ അതുമായി ബന്ധപ്പെട്ട് അതായത് മറ്റുള്ളവർക്ക് കിട്ടുന്ന ആ ഒരു അതായത് സെലിബ്രിറ്റീസിന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലൊരു വീഡിയോ ഞങ്ങളും അവമാനിതർ ആയിട്ടുണ്ട് എന്നുള്ള പറഞ്ഞ് ഹണി റോസിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ആ ഒരു സമയത്ത് കറക്റ്റ് ടൈമിങ്ങിന് ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിന് 94K വ്യൂവേഴ്സ് വന്നു. കണ്ടോ, ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണത്. അപ്പം പെട്ടെന്ന് ആ ചാനൽ റീച്ച് ആകാനുള്ള കാരണം, പെട്ടെന്ന് ആ ഒരു വീഡിയോ പെട്ടെന്ന് കയറാനുള്ള കാര്യം നിങ്ങൾക്കറിയാം, ആ ഒരു വീഡിയോന്റെ കണ്ടന്റാണ്. ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ ആ കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ക്യാപ്ഷൻ അത് തന്നെ, അതേപോലെ തന്നെ തമ്പനയിൽ ഇതാണോ ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യല്ലോ, ആ ഒരു സംഭവമാണ് മെയിനായിട്ട് വരുന്നത്. ഇതാണ് നമ്മൾ പെട്ടെന്ന് ആൾക്കാർ കാണുന്നത്. അതേപോലെ തന്നെ പിന്നെയും അതേപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ട് പിന്നെ അതിന് 16K വ്യൂസും വന്നു. ഓക്കെ, അപ്പോൾ എന്താണോ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെങ്ങനെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കുന്നു, നമ്മളെങ്ങനെ ആൾക്കാരിലോട്ട് എത്തിക്കുന്നു എന്നതനുസരിച്ചാണ് അതിൻ്റെ വ്യൂ വരുന്നത്. അതേപോലെ തന്നെ ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേൻ്റെ ഏറ്റവും മെയിനായിട്ട് സാറ കയറി വന്ന കാര്യം ലൈവിൽ കൂടെയാണ്. അവളുടെ ലൈവ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഏകദേശം ദിവസവും ആഴ്ചയിൽ 2-3 പ്രാവശ്യങ്ങൾ അവർ ലൈവ് ഇടുന്നുണ്ട്. കണ്ടോ, ലൈവിനൊക്കെ നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ തുടക്കം തൊട്ടേ ലൈവിൽ കൂടെ അത് നമ്മളെല്ലാവരും ലൈവ് പോകുന്ന സമയത്ത് വെറുതെ ലൈവ് പോകും. ഇത് ഇവളുടെ ലൈവ് എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാ ലൈവിനും തമ്പനയിലും അതേ അനുസരിച്ചുള്ള ക്യാപ്ഷനും ഇവിടെ ഉണ്ടാവും. ഉണ്ടോ, നമ്മൾ മറ്റുള്ള ചാനൽ നമ്മൾ ലൈവ് വെറുതെ പോയിട്ട് അങ്ങ് എടുത്തിട്ടേക്കും. നമുക്കറിയാം ലൈവ് പോയതിന് ശേഷം വരുന്ന വ്യൂസിനാണ് നമുക്ക് എമൗണ്ട് കയറുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവും. അതായത് മോണിറ്റൈസേഷൻ ചാനലാണെങ്കിൽ ലൈവ് എൻഡ് ചെയ്തതിന് ശേഷം വരുന്ന വ്യൂവിനാണ് നമുക്ക്. പക്ഷേ അത് വീഡിയോ പോലെ സേവ് ആക്കിയതിന് ശേഷം ആൾക്കാരിൽ അതിനകത്തോട്ട് വ്യൂ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ക്യാപ്ഷനും തമ്പനയിലും വീഡിയോ പോലെ തന്നെ മസ്റ്റാണ് ലൈവിനും. അപ്പോൾ ലൈവിൽ കൂടെ ഒരാഴ്ചയിൽ 3 ലൈവെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് വാച്ച് ടൈം മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാർക്ക് മോണിറ്റൈസേഷൻ ആക്കാനും ചാനലിന് റീച്ച് കൊണ്ടുവരാനും ലൈവ് നല്ലോണം സഹായിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ കാണിച്ച 2 ചാനൽ 2 രീതിയിലാണ് സക്സസ് ആയി വരുന്നത്. അതായത് ഇപ്പം ബിന്ദു ചേച്ചിന്റെ ചാനലാണെങ്കിൽ ട്രെൻഡിങ് ടോപ്പിക്ക് അല്ലെങ്കിൽ ആൾക്കാർ കാണാനുള്ള ക്യാപ്ഷൻ കാര്യങ്ങൾ എന്താ പറയുക വ്യൂ ഇല്ലാത്തടത്ത് പെട്ടെന്ന് വ്യൂ കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ സാറേൻ്റെ ചാനലാണെങ്കിൽ അവൾ ആദ്യം തൊട്ടേ ശ്രമിച്ച് അവളുടേതായ ശൈലിയിൽ ഞാൻ ഓരോ 2 ചാനലും 2 രീതിയിലാണ് വരുന്നത്, വ്യൂ കയറി വരുന്നത്. അപ്പോൾ 2 ചാനലും അവരുടേതായ രീതിയിൽ അവർ റീച്ച് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഞാൻ എന്താ പറയുക വെറും സെറ്റിങ്സ് മാത്രം പറഞ്ഞു തരുന്ന സമയത്ത് ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് ഈ 2 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ ചാനലിൽ എന്താണ് കുറവുള്ളത് നിങ്ങളതിനെ ചിന്തിക്കുക. നിങ്ങൾ ചെയ്യുന്ന ചാനലിനകത്ത് വ്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ എന്തോ ഒരു കുറവുണ്ടല്ലോ, നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഈ ഒരു 2 ചാനലിനകത്ത് വീഡിയോന്റെ വ്യൂ കയറുന്നതും നമ്മുടെ ചാനലിലെ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കണം നിങ്ങൾ പോയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഉണ്ട്, നമ്മുടെ ചാനൽ എന്തോ ഒരു കുറവുണ്ട്, നമ്മൾ ചെയ്യുന്ന വീഡിയോസിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ തിരുത്തണം. അത് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് തിരുത്തി നമ്മൾ പൂർവാധിക ശക്തി, അല്ലാതെ ചാനൽ നിർത്തി പോവല്ല വേണ്ടത്. നമുക്ക് വ്യൂ ഇല്ല എന്ന് വെച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. അത് തിരുത്തി അത് എങ്ങനെ നമുക്ക് ചാനൽ വ്യൂ കൊണ്ടുവരാന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 2 ചാനലിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് 2 രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ ചെയ്യാം. ഈ 2 രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ വ്യൂ കൊണ്ടുവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ കാണാതെ വരെ ബൈ.